ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, തോമസിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മോളും വന്നിട്ടുണ്ടായിരുന്നു. ശരത്ത്, സുമ ആണ് തോമസിൻ്റെ സിസ്റ്റർ, പിന്നെ പാറു അവരുടെ മോളും. അപ്പോൾ ഇവള് കുഞ്ഞായിരുന്നപ്പോൾ ഒരു കോവിഡിൻ്റെ സമയം, അത് കഴിഞ്ഞ് ഒരു 2 വർഷം മുമ്പ് വരെ ഇവർ മിക്കവാറും വെക്കേഷന് ലോങ് ടൈമൊക്കെ വരുമായിരുന്നു. വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിരുന്ന സമയത്തെ അതൊക്കെ മാറിയപ്പം മോസ്റ്റ്ലി ഐ ടിക്കാർക്ക് 4 ദിവസമൊക്കെ ജോലിക്ക് പോകേണ്ട സമയമായി. പിന്നെ പിള്ളേർ വലുതാകുമ്പോൾ തോറും അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കൂടുമല്ലോ, അങ്ങനെയൊക്കെ നല്ല തിരക്കായി. അതിനിടയ്ക്ക് നമ്മളിത് നടക്കാൻ പോകുമെന്ന് വെച്ചു കേട്ടോ. ആ സമയത്ത് തോമസിൻ്റെ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ ടിറാമിസു ഉണ്ടാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് മേടിച്ച് കാറിൽ വെച്ചിട്ട് 2 കഴിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ്, ഈ നടക്കാൻ പോകുന്ന തൊട്ടടുത്ത് തന്നെയായിരുന്നു തോമസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ടിറാമിസു മേടിച്ചു. പിന്നെ ചായയൊക്കെ നമ്മൾ മേടിച്ചു. അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ, കാരണം എല്ലാവരും അങ്ങനെ ആകെ അവിഞ്ഞ് കുത്തിയിരിക്കുക, അപ്പം ഇറങ്ങാൻ ഉള്ള ഒരു ഇതുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ആൽബർട്ടയിലാണ് കേട്ടോ, കാനഡയിൽ ആൽബർട്ടയിൽ ലത്ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അത് മെയിൻലി ഇങ്ങനെ കൂളീസും മൗണ്ടൻസും ഒക്കെ ഒരു വശത്തൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് നടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവർ നല്ല സിറ്റി നന്നായിട്ട് ഇതിന് ബിറ്റ്വീൻ മൗണ്ടൻസിൽ സ്റ്റേഴ്സ് ഇറങ്ങി പോകാനും പിന്നെ വഴിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സേഫായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ഹൈക്ക് ചെയ്ത് പോകേണ്ടവർക്ക് അങ്ങനെ പോവാം, മൗണ്ടൻ ബൈക്കിൽ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. അല്ലാതെ നമ്മളെ പോലെയുള്ളവർക്ക് ഇങ്ങനെ നടന്നു പോകാനുള്ള നല്ല സെറ്റപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പുൽമേടുകളിൽ ആടുകളെല്ലാം മാനുകൾ മേഞ്ഞൊക്കെ നടക്കണതൊക്കെ ഫോട്ടോ എടുത്താണ്. ആ കാണുന്ന റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മലകളുടെ സൈഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. മൊത്തം ഈ ഒരു ഇതിൽ മൊത്തം 15 മിനിറ്റിൻ്റെ ദൂരമുള്ള ചെറിയൊരു ടൗണാണ്. നമ്മൾ ഇതിനു മുമ്പ് ടൊറൻറ്റോയിലായിരുന്നു, ഇവർ സിയാറ്റിലിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ ആയിട്ട് 8 വർഷത്തോളമായി ഈ ലത്ബ്രിഡ്ജിലായിട്ട്. അപ്പോൾ ആദ്യം വരുമ്പോൾ എല്ലാം ചെറിയ സിറ്റിയല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നും, നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ചെറിയ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സിറ്റിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ഡൗൺ കാമിങ് ഇഫക്റ്റാണ്. അപ്പം മാംഗോയും ജിമ്മി അവരുടെ ഡോഗ്, മാംഗോ നമ്മുടെ ഡോഗ്. അവൻ ഇവളെക്കാട്ടിലും ഒരു 6 മാസം മൂപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇവൾ ഭയങ്കര തിണ്ണമിടുക്ക് കാണിപ്പിലായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പിള്ളേർക്ക് എന്തൊക്കെയോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ ഒരു ഇതിൽ ചുമ്മാ ഒരു ഡേറ്റ് പോലെ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നതിനാണ്. ചുമ്മാ ഒരു ഓമനപ്പേരിട്ട് നമ്മൾ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം അന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു സുമ ഓർഡർ ചെയ്ത ലിവർ ഓനിയൻ വെജിറ്റബിൾസാണ്. ഞാൻ സാലഡ് ഓർഡർ ചെയ്തു. ശരത്ത് എന്തോ നൂഡിൽസാണെന്ന് തോന്നുന്നു. തോമസ് ബർഗറോ അങ്ങനെ ഏതാണ്ട് സ്റ്റേക്കോ മറ്റോ ഓർഡർ ചെയ്തു. ഞാൻ ഇതുകൊണ്ട് വീൽ കട്ട്ലറ്റാണ് ഓർഡർ ചെയ്തത്. നമ്മൾ വീട്ടിൽ ഇപ്പോൾ 10 മണി വരെയൊക്കെ രാത്രിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിപ്പം രാവിലെയാണോ പകലാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ വന്ന ദിവസം എൻ്റെ പിറ്റേ ദിവസവും മാംഗോയ്ക്ക് ഇതെന്ത് സാധനം ഇത്, ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിന് മുമ്പേ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഒരു തൊയ്ര്യം കൊടുക്കാൻ നടക്കുക. ഇവളിത്തിരി ചാടം ഇങ്ങനെ ഇച്ചിരി ആക്ടിവിറ്റി കൂടുതലുള്ളതാണ്. അവൻ അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, ഭയങ്കര തലക്കനം അങ്ങനെ വെച്ചാൽ അവൻ ഇച്ചിരി ഇതാണ്, സീരിയസ് ആണ്, എന്താ വാടി കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവൾ നല്ലൊരു ചൊള്ളു കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ചുള മേടിക്കും. പക്ഷേ ഞങ്ങളാദ്യം വെച്ചാൽ ഒരു കടിക്കായിരിക്കും വഴക്കാന്ന്. പിന്നെ മനസ്സിലായത് കളിയാണ് കേട്ടോ. കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ പോയിട്ടുണ്ടല്ലോ 2 ദിവസം മാംഗോ ഒരു മൂലയ്ക്ക് ഇരിപ്പായിരുന്നു സങ്കടം കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ക്യാമ്പിങ്ങിന് 2 നൈറ്റിന് ഒരു ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വൈകുന്നേരമാണ് അതിൻ്റെ ചെക്ക് ഇൻ. അങ്ങോട്ടുള്ള ഡ്രൈവാണ്. മാംഗോനെ ഞങ്ങളവിടെ ഒരു ഡോഗി ബോർഡിങ്ങിലാക്കി. ഒരു കെന്നൽ, നല്ല സൂപ്പർ സ്റ്റൈലൊരു സ്ഥലമാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. പക്ഷേ അവിടെ നിന്ന് വന്നതല്ലേ, അവൾക്ക് പരിചയമുണ്ട് അവിടെ, ഇവന് പരിചയമില്ല. നമുക്ക് രണ്ടു പേർക്കും ബുക്ക് ചെയ്തിട്ടും ഡേയ്സ് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ഒരു ഡോഗിന് 1.5 ദിവസമുള്ളൂ. അത് നമുക്ക് വർക്ക് ചെയ്യും. നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പിടിപിടുത്ത് വരേണ്ടി വരും. അപ്പം നമ്മൾ ജിമ്മിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ ക്യാമ്പിന് പോയത്. അപ്പോൾ സൈപ്രസ് ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് അവിടെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ പോയായിരുന്നു. പക്ഷേ ഭയങ്കര മഴയായിരുന്നു അന്ന് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നല്ല സൂപ്പർ വെതറായിരുന്നു. എന്ന് മാത്രമല്ല
ഞങ്ങൾ ശരിക്കും എന്താ പറയുക ഈ നല്ല കാലാവസ്ഥയായിരുന്നതുകൊണ്ടും ഒട്ടും ക്ലൗഡ് ഇല്ലായിരുന്നതുകൊണ്ടും നല്ല സൂപ്പറായിട്ട് രാത്രിയിൽ വാനനിരീക്ഷണം അങ്ങനെ പല പല പരിപാടികളിലും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അത് കുറച്ചൊരു 4-5 ഹട്ടുകളാണ് ഈ ഒരു കാട് പോലൊരു സ്ഥലം, അതിനകത്ത് ഹട്ട് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹട്ടിനുള്ളിൽ. പുറത്ത് ഇങ്ങനെ കുക്ക് ചെയ്യുകയോ ഫയർ പ്ലേസ് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവർക്ക് പിള്ളേർക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം, ഫയർ പ്ലേസ് സെറ്റ് ചെയ്ത് അവർ രാത്രിയാവാനും നിന്നില്ല. പിന്നെ രാത്രി ആയിട്ട് എനിക്ക് തോന്നുന്നത് 8-9 ആയിട്ടുണ്ടാവും. പക്ഷേ നല്ല വെളിച്ചമുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. ഒരു ചെറിയ ടെൻറ്റ് പോലെയൊക്കെ, നമ്മൾ പക്ഷേ ടെൻറ്റിലല്ല, വീടിനകത്താണ് താമസിക്കുന്നത്. ഫയർ പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇവരെന്ന് ശരത്തും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇവർ മാത്രമുള്ളോ, നിങ്ങൾക്ക് വേറെ ആരും വരാനില്ലേന്ന്. ഇത് ഇവരിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് വേറെ, എനിക്ക് ഒരു സിസ്റ്ററും ബ്രദറുമാണ്, അവരിവിടെ നാട്ടിലും മിഡിൽ ഈസ്റ്റിലാണ്. തോമസിൻ്റെ വേറൊരു സിസ്റ്റർ ബാംഗ്ലൂരാണ്, പിന്നെ പേരൻസൊക്കെ നാട്ടിൽ. അപ്പം നമുക്ക് അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ് പിടിച്ച് ഓടി വരുന്ന ഒരു ദൂരം അതൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തുള്ളത് ഇവരാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും, അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ നമ്മളെപ്പോലെ തന്നെ ഞങ്ങളെപ്പോലെ ലെയ്ഡ് ബാക്കാണ് കേട്ടോ. ഭയങ്കര ഒരു ക്യാമ്പിനൊക്കെ പോയാൽ എവിടെയെങ്കിലും പതുക്കി ഇരുന്ന് എൻജോയ് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായും അഡ്വഞ്ചറസ് അല്ല ഞങ്ങളും അവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ക്യാമ്പായിരുന്നു. ചുമ്മാ ഇരിക്കുക, കഴിക്കുക, കുറച്ചൊക്കെ നടക്കാൻ പോവാം. പിന്നെ കൊതുകൊക്കെ ഉള്ളതുകൊണ്ട് അതിനെയൊക്കെ കുറേ ഇത് ചെയ്യാം. ഞങ്ങൾ കുക്കിംഗ് ഫുഡ് കഴിപ്പൊക്കെ വളരെ കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് സാധനങ്ങൾ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോയത്. പക്ഷേ എനിക്ക് ഇച്ചിരി ഓവർ പാക്കിങ്ങിൻ്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ വൈകിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ട് പോയത്. അപ്പം എന്താ പറയുക, മാക്സിമം അവിടെ ചെന്നിട്ട് കുറേ കുക്കിംഗ് ഒന്നും വേണ്ട, വെറുതെ കുത്തിയിരിക്കാം എന്നുള്ള രീതിയിലാണ്. പിന്നെ പാറു ആണ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇൻചാർജ്. അപ്പോൾ അവൾ എന്തൊക്കെയോ ഈ ജെൻസി പിള്ളേരുടെ ഗെയിമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവളുടെ കൂടത്തി കളിച്ച് അവളുടെ അപ്പനും അമ്മയ്ക്കൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ ഓരോ ബോർഡ് ഗെയിം അല്ലേ, ഇങ്ങനെ നമ്മൾ പണ്ട് അന്താക്ഷരിയൊക്കെ കളിക്കുന്ന പോലത്തെ മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിം കളിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എനിക്ക് ഈ വെക്കേഷൻ ഇപ്രാവശ്യം തുടങ്ങിയിട്ട് നല്ല തിരക്കുണ്ട്. എപ്പോഴും വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഡെയിലി വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പം നമ്മൾ പല കാര്യങ്ങൾ അങ്ങ് സ്ലോ ഡൗൺ ചെയ്യുമ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയ്യാൻ പറ്റാതാവുന്ന പോലെ, അതുകൊണ്ടായിരിക്കും വീഡിയോ അധികം ചെയ്യാൻ പറ്റാത്തത്. പിന്നെ എന്താ പറയുക, ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കുറേ എന്താ പറയുക നമ്മൾ ഉള്ളിലേക്ക് നോക്കി ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും എന്താണ് നമ്മളുടെ അർത്ഥം, ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊക്കെ ഉള്ള ഡീപ്പായിട്ട് തോട്ടൊക്കെ വരുന്നത്. അങ്ങനെയുള്ള തോട്ടൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ ക്യാമ്പ് അത്രയ്ക്കും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആവുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജിമ്മിന് അവനൊരു ഭയങ്കര ഡീസൻറ്റ് ഡോഗ്. ഞാനിപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു അല്ലേ ആണെന്ന്. ഞങ്ങളുടെ ഇവിടെ അപ്പുറത്തെ ഹട്ടിൽ താമസിച്ചിരുന്നവർ സസ്കാച്ചുവനിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് ജർമ്മൻ അങ്ങനെയുണ്ടോ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർ ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് കാരണം ഈ മിണ്ടില്ല, അനങ്ങില്ല, ഭക്ഷണം വന്ന് കഴിക്കടാന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം, ഭക്ഷണത്തിനോട് യാതൊരു ആഗ്രഹവും ഇല്ല. അപ്പം ഞങ്ങൾ പറയണ്ടായിരുന്നു, ഇവൻ മാംഗോയോട് പറഞ്ഞിട്ടുണ്ട്, എടി നീ ഇവർ തരുന്ന ഇങ്ങനത്തെ ഈ കിബിൾസ് ഒന്നും കഴിക്കല്ല, നീ കുറച്ച് ദിവസം കഴിക്കാണ്ടിരുന്ന അവർ നിനക്ക് വല്ലോ ചിക്കൻ മാത്രം എപ്പോഴും തരുന്നൊക്കെ. 2 ദിവസം മാംഗോ ട്രൈ ചെയ്തു, പിന്നെ മനസ്സിലായത് നടക്കില്ല എന്ന്. അവളുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. പിന്നെ നല്ല കൊതുകായിട്ടോ പുറത്ത്. അപ്പം ഇതാണ് ക്യാബിൻ. ഈ ക്യാബിനിൽ 2 സെക്ഷനാണ്. ഒരെണ്ണത്തിലൊരു ബങ്ക് ബെഡുണ്ട്, 6 ബെഡ്സോളം, എന്തൊക്കെ 6 ബെഡുണ്ടെന്ന് തോന്നുന്നു, ബങ്ക് ബെഡുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു മർഫി ബെഡുണ്ട്. അപ്പം നമുക്ക് ഡോഗ്സിനൊന്നും കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അവർക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അവൻ ഇവരുടെ കൂട്ടത്തിലാണ് കിടക്കണേ. മാംഗോ പക്ഷേ നമ്മൾ കൂട്ടത്തിൽ കിടത്തി പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഒന്നാമത് തന്നെ ഈ പിള്ളേരുടെ കടിലി ചെയ്ത് ഉള്ളത് തന്നെ ഉണ്ട്. അതിൻ്റെ എനിക്കങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഒരു ഡോഗ് പേഴ്സൺ ആയിരുന്നില്ല. ഞാൻ ശരിക്കും മാംഗോയ്ക്ക് വേണ്ടി എന്താ പറയുക തെറാപ്യൂട്ടിക്കലി ഒരു ഡോഗ് പേഴ്സൺ ആയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ബൗണ്ടറീസ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെന്താ, നിങ്ങൾ ഇവിടെ എന്താ പറയുക, ഈ ഒരു വെസ്റ്റേൺ കാനഡ സൈഡ്, അതായത് സസ്കാച്ചുവൻ, ആൽബർട്ട, മാനിറ്റോബ എന്നൊക്കെ ദൂരമായിരിക്കും. സൈപ്രസ് ഹില്ല് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര തിരക്കില്ല. കാരണം നമ്മൾ ക്യാമ്പിനോ അല്ലെങ്കിൽ വെക്കേഷനൊക്കെ പോകുമ്പം ഇപ്പോൾ ബാൻഫിൽ എന്നൊക്കെ പറഞ്ഞാൽ
ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ. നമുക്കെന്താ പറയുക, ഈ തിക്ക് കൂട്ടി ഇടിച്ച് കുത്തി വെക്കേഷന് പോകുന്നത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, നല്ലതായിരിക്കും. പക്ഷെ ക്വയറ്റായിട്ട് അധികം ആളൊന്നും ഇല്ലാണ്ട് നമ്മൾക്കിങ്ങനെ ചുമ്മാ ഇരുന്ന് പ്രകൃതിയിലോട്ടൊക്കെ നോക്കിയിരിക്കാൻ പറ്റിയ വെക്കേഷൻ, പിന്നെ ഒരു ക്യാബിൻ ലൈഫ്, അത് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ സൈപ്രസ് ഹിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ആസ്പെൻ റിഡ്ജ് എന്ന് പറഞ്ഞ ഹട്ടുകളുണ്ട് കേട്ടോ. ഭയങ്കര നല്ല ചീപ്പുമാണ്. പക്ഷേ വാഷ്റൂമൊക്കെ നല്ല ഹൈ എൻഡ് ഇതാണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ക്യാമ്പ് സൈറ്റുകളിലൊക്കെ പൊട്ട ഫെസിലിറ്റീസ് അല്ലേ അതിനൊക്കെ ഉള്ളത്. പക്ഷെ നല്ലൊരു സ്ഥലമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ